സണ്ണി പനവേലിൻ്റെ ഓർമ്മകൾക്ക് 40 വർഷം തികയുന്നു. റാന്നി പനവേലിൽ പരേതനായ PA മാത്യുവിൻ്റെയും മറിയാമ്മയുടെയും മകനായി 1932 ഒക്ടോബർ 19 ജനിച്ചു. നാടിൻ്റെ പ്രിയങ്കരനായിരുന്നു സണ്ണി പനവേലി MLA. ഭാര്യയും ഭർത്താവും MLA ആയിരുന്ന അപൂർവ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടക്കം കുറിച്ചത് കൊല്ലം ജില്ലയിലായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. 1957 വിദ്യാർത്ഥി സമരത്തിലും 1959 വിമോചന സമരത്തിലും പങ്കെടുത്ത് ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, KPCC അംഗം, കൊല്ലം DCC അംഗം, ട്രഷറർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. റാന്നി താലൂക്കിൻ്റെ രൂപീകരണത്തിലും റാന്നി മാർത്തോമ ആശുപത്രി സ്ഥാപിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. കോൺഗ്രസിൽ ചേർന്ന ശേഷം പാർലമെൻ്ററി പാർട്ടി ട്രഷറർ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന പാതയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. വയലായിടുക്കുള്ള PSPക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് റാന്നിയിൽ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ശേഷം MS ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സണ്ണി പനവേലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. 1952 ഒരണാ സമര കാലഘട്ടം മുതൽ കോൺഗ്രസിനെ നയിക്കുന്നതിനും റാന്നി കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുന്നതിനും സണ്ണിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് റാന്നിയിൽ അന്ന് 9 പഞ്ചായത്തുകളാണ്. സുതത്തോട്, ചിറ്റാറ്, റാന്നി, പഴവങ്ങാടി, അങ്ങാടി, വെച്ചൂച്ചിറ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഏതാണ്ട് മുഴുവൻ ആൾക്കാർ കോൺഗ്രസിൻ്റെ പിന്നിൽ അടിയുറച്ച് മുൻപോട്ട് പോയി. ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയോ അതുപോലെ കമ്മ്യൂണിസത്തിനോ ഒന്നും റാന്നിയിൽ വേരുറച്ചിരുന്നില്ല. സണ്ണിയുടെ പ്രവർത്തനം റാന്നിയുടെ ഓരോ മൂലയിലും കോൺഗ്രസിനെ ശക്തീകരിച്ചു. അങ്ങനെ കോൺഗ്രസ് റാന്നിയിലെ ശക്തമായ പാർട്ടിയായിട്ട് മാറി. എന്നാൽ ഇലക്ഷൻ കാലഘട്ടം വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സണ്ണിയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ സാഹചര്യത്തിൽ ഒതുങ്ങിയിരുന്നത്. മറിയക്കുട്ടി കൊലക്കേസ്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഈ സഭാ മനോഭാവത്തിൻ്റെ പ്രസരിപ്പ്, ഇതുകൊണ്ടൊക്കെ സണ്ണിക്ക് സീറ്റ് ലഭിക്കാതെ വന്നു. അങ്ങനെ വന്ന അവസാനം റാന്നിയിൽ MC ചെറിയാൻ എന്ന ഒരു നേതാവ് രംഗപ്രവേശനം ചെയ്തു. റാന്നിയിലെ താൽക്കാലിക രാഷ്ട്രീയത്തിലോ അതുപോലെ തന്നെ റാന്നിയിൽ KSUവിലോ യൂത്ത് കോൺഗ്രസ്സിലോ ഒന്നും ഒരിക്കൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഈ MC ചെറിയാന് റാന്നി സീറ്റ് നൽകിയപ്പോൾ സണ്ണി പനവേലി കോൺഗ്രസ് എസിലേക്ക് ചുവട് മാറ്റി. അങ്ങനെ കോൺഗ്രസ് എസിൽ ഇടതുപക്ഷ മനോഭാവത്തോടുകൂടി മത്സരിച്ച് റാന്നിയിലെ ആദ്യമായി സണ്ണി MLA ആയി. സണ്ണിയുടെ നേതൃത്വം റാന്നിയിലെ ജനങ്ങൾക്ക് ഒരിക്കൽ പോലും മറക്കുവാൻ സാധിക്കാത്ത ഒരു നേതൃത്വമാണ്. 40 വർഷം കഴിഞ്ഞിട്ടും ഇന്നും റാന്നിയിലെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തുടിപ്പുകളിൽ സണ്ണി എന്ന നാമധേയം എപ്പോഴും ആർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആകൃഷ്ടരായി റാന്നിയിലെ ജനങ്ങളെല്ലാം തന്നെ മുൻപോട്ട് വന്നു. എന്നാൽ അദ്ദേഹം കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ശ്രീമതി റേച്ചൽ സണ്ണി പനവേലിയാണ് കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ സമയത്തും MC ചെറിയാൻ തന്നെയായിരുന്നു കുഞ്ഞോളമ്മാമയ്ക്ക് എതിരായിട്ട് മത്സരിച്ചതും. കുഞ്ഞോളമ്മാമ വളരെ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി റാന്നിയിൽ MLA ആയി. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ സാഹചര്യത്തിൽ പനവേലിലെ കോൺഗ്രസിൻ്റെ ആദ്യകാലത്തിലുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കണമെന്ന് PC ചാക്കോയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ ശ്രീമതി റേച്ചൽ സണ്ണി പനവേലി കോൺഗ്രസ് എസ് വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നു. അങ്ങനെ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് എസിൽ പോയ ആ കുടുംബം പിന്നീട് വീണ്ടും കോൺഗ്രസിൽ ചേക്കേറി. ആ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഉള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഫിലിപ്പോസ് തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനെ റാന്നി സീറ്റ് നൽകി കൊണ്ടുവന്നു. അങ്ങനെയാണ് രാജു എബ്രഹാം റാന്നിയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിക്കുന്നത്. റാന്നിയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച രാജു എബ്രഹാത്തിന് പിന്നെ 5 തവണ തിരിഞ്ഞു നോക്കേണ്ടതായ സാഹചര്യം ഉണ്ടായില്ല. പല പ്രാവശ്യവും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മത്സരിച്ച് റാന്നിയിലെ കോൺഗ്രസിനെ നിലംപരിശാക്കിയത് കൊണ്ടാണ് ഇന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതൃത്വം റാന്നിയിൽ നിലനിൽക്കുന്നത്. ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളാണ് റാന്നിയിൽ തിങ്ങിപ്പാർക്കുന്നതെങ്കിലും റാന്നിയിലെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മനോഭാവം ഇന്ന് ആവഹിക്കപ്പെട്ടിരിക്കുകയാണ്. 1985 മാർച്ച് 21 അദ്ദേഹം അന്തരിച്ചു. കോൺഗ്രസ് നേതാവായിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മരിക്കുമ്പോൾ കേരള നിയമസഭയിലെ അംഗം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് സഹധർമ്മിണിയായിരുന്ന റേച്ചൽ സണ്ണി പനവേലിൽ MLA ആയത്. അന്തരിച്ച മൂത്ത മകൻ ബിജിലി പനവേലി KPCC അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഇളയ മകൻ ഷാജി പനവേലിൽ അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മാർത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രി ഗവേണിംഗ് ബോർഡ് ട്രഷററുമാണ്. മക്കൾ ഡാർലി റിട്ടയർഡ് തഹസിൽദാരാണ്. ബിജിലി പനവേലിയുടെ മകൻ ആരോൺ ബിജിലി പനവേലിയാണ് കുടുംബത്തിലെ ഇപ്പോഴത്തെ സജീവ രാഷ്ട്രീയക്കാരൻ. സൂസൻ ബിജിലി, ഷീബ ഷാജി, സന്തോഷ് എന്നിവർ മരുമക്കളും. സിറ്റി ന്യൂസ്, റാന്നി.